ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഈ മാസം ജൂലൈ 27 മുതൽ ശനിയുടെ പിടിയിൽ നിന്നും മോചനം ലഭിക്കുന്ന ഒരു 7 രാശിക്കാരെ പറ്റിയാണ്. ഇപ്പോൾ 7 ശനിയുടെയും അഷ്ടമശനിയുടെയും കണ്ടകശനിയുടെയും അർദ്ധാഷ്ടമശനിയുടെയും പിടിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അമർന്ന് ജീവിതത്തിൽ പലതരത്തിലുള്ള ദുഃഖദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു 7 രാശിക്കാരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ ഡിസംബർ മാസം 11 വരെയുള്ള കാലഘട്ടം ശനി വക്രഗതിയിലേക്കുള്ള സഞ്ചാരം ആരംഭിക്കുകയാണ്. ഇപ്പോൾ മീനം രാശിയിൽ സ്ഥിതി ചെയ്യുകയാണ് ശനി. അപ്പോൾ ശനിയുടെ വക്രഗതി എന്ന് പറയുന്നത് പിന്നോട്ടുള്ള സഞ്ചാരം എന്നാണ് അതിനർത്ഥം. ഈ ദോഷം നൽകിക്കൊണ്ടിരിക്കുന്ന ശനി ഈ മുന്നോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അത്രമേൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടതകൾ ശനി ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ദോഷങ്ങളുടെ ഭാവത്തിലാണ് നിൽക്കുന്നത് രാശിക്കെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അത്രമേൽ ബുദ്ധിമുട്ടാണ് നൽകുന്നത്. ശനി വക്രത്തിലേക്ക് പിന്നോട്ട് സഞ്ചരിക്കുമ്പോൾ ശനിയുടെ ബലം, ശക്തി നഷ്ടപ്പെടുകയും ആ ശനി ദോഷത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാവുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു കാലഘട്ടം, അതായത് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള ഒരു കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമായിരിക്കും. ഇത്രയും നാളും അനുഭവിച്ച പല കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ എല്ലാത്തിൽ നിന്നും നിങ്ങൾ 7 രാശിക്കാർക്ക് പൂർണ്ണ മോചനം ലഭിച്ച് അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, സ്ഥിരത, നന്മയൊക്കെ വന്നു ചേരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ കൂടി മനസ്സിലാക്കി ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും. പലരും യൂട്യൂബിലും മറ്റും വരുന്ന രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ല, ഒരു രാശിയിൽ ഉൾപ്പെടുന്ന ആ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഓരോരുത്തർക്കും ഓരോ ദശാകാലങ്ങളായിരിക്കും നടക്കുക. അപ്പോൾ അതും കൂടി മനസ്സിലാക്കി ആ ജാതകത്തിലുള്ള കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി പരിപൂർണമായി മനസ്സിലാക്കുവാനും അത് ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് നല്ല നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള ഒരു വഴിയായി മുന്നിൽ തെളിയുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ ജൂലൈ 27 മുതൽ ഈ ശനിയുടെ ഈ ഒരു വക്രഗതി സഞ്ചാരം മൂലം ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്ന് നോക്കാം. മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് 7 ശനിയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി 7 ശനി തുടങ്ങിയ കാലഘട്ടം മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളാണ് പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായ അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്, അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പണം ചിലവഴിക്കേണ്ട അവസ്ഥ, അങ്ങനെ പലരെയും സംബന്ധിച്ച് പലതരത്തിൽ അപ്രതീക്ഷിതമായ കടബാധ്യതകൾ വന്നു ചേർന്ന ഒരു അനുഭവമൊക്കെ ഉണ്ട്. കാരണം ശനി 12ാം ഭാവമായി വ്യയസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. വ്യയം എന്നാൽ പാഴ്ചിലവ് എന്നാണ് അർത്ഥം. അപ്പോൾ പലർക്കും പലതരത്തിലാണ്. ചിലർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കുമ്പോൾ അത് നമുക്കൊരു കടബാധ്യത, കഷ്ടനഷ്ടങ്ങൾ, പാഴ്ചിലവായിട്ട് അനുഭവത്തിൽ വരിക. അതുപോലെ നമ്മൾ എത്ര അധ്വാനിച്ചാലും ആ പരിശ്രമത്തിനനുസരിച്ചുള്ള ഫലം ലഭിക്കാതിരിക്കുക. നമ്മുടെ കൈകളിലേക്കൊരു കുറച്ച് പണം വന്നു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഒരു ചിലവ് അപ്പോഴേ വന്നു ചേർന്നിരിക്കുക. നമ്മുടെ കയ്യിലുള്ളതിലും കൂടുതൽ ചിലവ് മറ്റൊരാളുടെ കടം വാങ്ങിച്ചൊക്കെ ചിലവഴിക്കേണ്ട അവസ്ഥ, അനുഭവമൊക്കെ പലർക്കുമുണ്ട്. ജോലി ചെയ്യുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലും അതിലൊക്കെ ഒരുപാട് അലച്ചിലുകൾ, പരിശ്രമങ്ങൾ, എത്ര നല്ല രീതിയിൽ ജോലി ചെയ്താൽ പോലും നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നോ മേലുദ്യോഗസ്ഥരിൽ നിന്നോ ഒരു നല്ല വാക്ക് പോലും ലഭിക്കാത്ത അവസ്ഥ. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ 7 ശനി തുടങ്ങിയ കാലഘട്ടം മുതൽ പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, പല ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും അനുഭവത്തിലുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും ജൂലൈ 27 മുതൽ വിട്ടുമാറും. അതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വീട് നിർമ്മിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച് അത് പകുതി വഴിയിൽ മുടങ്ങി നിൽക്കുന്ന അവസ്ഥയും മേടം രാശിയിൽപ്പെട്ട പലർക്കുമുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ ജൂലൈ 27 മുതൽ വക്രഗതി കാലഘട്ടം ആരംഭിക്കുമ്പോൾ മുതൽ അതിനൊക്കെ പൂർണ്ണമായ മാറ്റം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ വീണ്ടും കിട്ടുന്ന സമയം, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ നിന്ന് മുക്തി, ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ച, നേട്ടങ്ങൾ, മാറ്റങ്ങൾ, വിദേശ ജോലി ഭാഗ്യം, ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും.
നിങ്ങളെ സംബന്ധിച്ച് മുടങ്ങിക്കിടന്നിരുന്ന ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. അതുപോലെ ഇപ്പോൾ താമസിക്കുന്ന ഭവനം പുതുക്കി നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അങ്ങനെയുള്ള ഗുണഫലം ലഭിക്കും. അനാവശ്യമായിട്ടുള്ള അലച്ചിലുകൾ, പാഴ്ചിലവുകൾ, പരിശ്രമങ്ങൾ ഇതൊക്കെ വിട്ടുമാറുന്ന അനുഭവമുണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷം, അലച്ചിലുകൾ, മനോവിഷമങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക തരത്തിലുള്ളൊരു പണം, ഒരു ധനവരവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ളതാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രജാതകരെ സംബന്ധിച്ച് പുതിയ ജോലി, തൊഴിൽ അവസരങ്ങളും ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകൾ, കൈകളിലേക്ക് വരുന്ന പണം, പാഴ്ചിലവൊക്കെ വിട്ടുമാറി ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന അവസ്ഥ, ചെറുതാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു സമ്പാദ്യം അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആ നല്ല നല്ല ശുഭമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്ന രീതിയിൽ പണം ചിലവഴിക്കാൻ കഴിയും എന്നുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുക. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രതീക്ഷിച്ച പല ഗുണഫലങ്ങളും നല്ല മാറ്റങ്ങളും നേട്ടങ്ങളുമൊക്കെ ഈ ഒരു ജൂലൈ 27 മുതൽ അനുഭവത്തിൽ വരും. ജോലി നഷ്ടപ്പെട്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഇതെല്ലാം വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറും. വിവാഹത്തിനുള്ള ആ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയവുമാണ്. ഇനി മേടം രാശിക്കാരെ പറ്റി എടുത്തു പറയണമെങ്കിൽ മുന്നോട്ടുള്ള വക്രഗതി കാലഘട്ടത്തിൽ അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഗുണഫലങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും ചെയ്യും. പരമാവധി ഈ സമയത്തെ പ്രയോജനപ്പെടുത്തൂ. വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനം രാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കണ്ടകശനിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി. അതും ശനി 10ാം ഭാവമായ കർമ്മസ്ഥാനത്ത് കണ്ടകനായി സഞ്ചരിക്കുന്ന സമയം മിഥുനരാശിയിൽപ്പെട്ട പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ജോലി നഷ്ടപ്പെട്ട അനുഭവം, അല്ലെങ്കിൽ ഒരു നല്ല പൊസിഷനിൽ നിന്ന് വളരെ പെട്ടെന്ന് താഴേക്കുള്ളൊരു പൊസിഷനിലേക്ക് എത്തിച്ചേർന്ന ഒരു അനുഭവം, അതുപോലെ ഒരു ജോലി നിങ്ങൾ മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ അനാവശ്യ സമ്മർദ്ദങ്ങൾ, പ്രശ്നങ്ങൾ, സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥരിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും അനുഭവിക്കുന്ന ഒരു സമയമാണ്. പലർക്കും അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി ഉപേക്ഷിച്ച് പോയാലോ എന്ന് വരെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുപോലെ സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പിലൊക്കെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ബിസിനസ് നടത്തിയിരുന്ന പലർക്കും ആ ഒരു പാർട്ട്ണർഷിപ്പ് പങ്കാളിയിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു വിശ്വാസവഞ്ചന, അതുമൂലം ധനനഷ്ടം, മാനഹാനി ഇതൊക്കെ അനുഭവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു കണ്ടകശനി കാലഘട്ടം. നമ്മളേറെ വിശ്വസിച്ചിരുന്ന പല വ്യക്തികളിൽ നിന്നും വിശ്വാസവഞ്ചന വന്നു ചേർന്ന അനുഭവം, കൊടുത്ത പണം തിരികെ ലഭിക്കാത്ത ഒരനുഭവം, അവരവരുടെ ആവശ്യത്തിന് അത് തിരികെ ലഭിക്കുന്നില്ല എന്നുള്ളത്, സഹായിച്ചവർ തന്നെ ശത്രുക്കളായി മാറുന്ന അവസ്ഥ, ഇതൊക്കെ കണ്ടകശനി കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിലുള്ളതാണ്. തീരെ പ്രതീക്ഷിക്കാത്ത ചില ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ പലരും അനുഭവിച്ചിട്ടുണ്ട്. ദാമ്പത്യ കുടുംബജീവിതത്തിൽ നോക്കുമ്പോൾ പലരുടെയും ദാമ്പത്യ കുടുംബത്തിൽ അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വാരസ്യങ്ങൾ, ഭാര്യാഭർത്താക്കന്മാർ താൽക്കാലികമായിട്ട് വേർപിരിഞ്ഞിരിക്കേണ്ട ഒരവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരും മിഥുനരാശിയിൽപ്പെട്ടവരിൽ ധാരാളമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ ശനിയുടെ ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതവും മാറും എന്നുള്ളതാണ്. ജോലിയിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. പലർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന സമയമാണ്. ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു പദവി ഉയർച്ചയോ സ്ഥാനമാറ്റമോ ഇടം മാറ്റമോ ഒക്കെ ഈ കാലഘട്ടങ്ങളിൽ ലഭിക്കും. ലഭിക്കാനുണ്ടായിരുന്ന പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികൾ, സ്വന്തം തൊഴിലൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിലൊക്കെ നല്ല ലാഭങ്ങൾ, നേട്ടങ്ങൾ, മുന്നേറ്റങ്ങൾ ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. പ്രധാനമായിട്ടും ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക, വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പല ബന്ധങ്ങളും നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ച് പറഞ്ഞ് പരിഹരിച്ച് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും ഉത്തമമായ ഒരു സമയമാണ് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ നിങ്ങൾക്ക് നടക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലൊരു സ്ഥിരത ലഭിക്കും. അപ്രതീക്ഷിതമായ ചില ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും.
പുതിയ ജോലി, പുതിയ വീട്, അതുപോലെ വണ്ടി വാഹന യോഗങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഒരു സമയത്ത് വിട്ടുമാറും. മിഥുന രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് കുടുംബത്തിൽ നിന്നിരുന്ന ഒരു അസ്വാരസ്യം, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറി കുടുംബത്തിൽ, കുടുംബ ബന്ധങ്ങളിൽ, സ്വന്തം ബന്ധങ്ങളിലൊക്കെ ഒരു സമാധാനം, സന്തോഷം, സുഖം അനുഭവത്തിൽ വരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു സഹായം, ഒരു ഗുണഫലം ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ മിഥുന രാശിക്കാർക്ക് ലഭിക്കുന്നതാണ്. നല്ല വിവാഹവും ഒക്കെ ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി അഷ്ടമശനി എന്ന ശക്തമായ ശനിദോഷത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും കരുതാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളിൽ കൂടെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചിങ്ങം രാശിയിൽപ്പെട്ട പലരും മുന്നോട്ട് പോകുന്നത്. അപ്രതീക്ഷിതമായി ഉണ്ടായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, ശരീരത്തിൽ കത്തിവെക്കേണ്ടതായ സർജറി പോലെയുള്ള കാര്യങ്ങൾ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് വണ്ടി വാഹനങ്ങളിൽ നിന്ന് വീണ് കൈക്ക്, കാലിനൊക്കെ ഒടിവ്, ചതവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഇപ്പോഴും മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്രതീക്ഷിതമായ അപകടങ്ങൾ, രോഗദുരിതങ്ങൾ, അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ പലർക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഏറെക്കാലം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്ന പലരിൽ നിന്നും ലഭിച്ച പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളും വിശ്വാസവഞ്ചനയും ഒക്കെ പലർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ സ്വന്തം ബന്ധങ്ങളിൽ ചില വ്യക്തികളുടെ വേർപാടുകളൊക്കെ മാനസികമായിട്ട് ഒരുപാട് ബാധിച്ച ചിങ്ങം രാശിക്കാരുമുണ്ട്. ഈ ഒരു അഷ്ടമശനി കാലഘട്ടം ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ പലതരത്തിലുള്ള മനപ്രയാസങ്ങൾ, വിഷമതകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ ഈ ഒരു അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ വിട്ടൊഴിയും. എത്ര വലിയ കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും നിങ്ങളുടെ മുൻപിൽ നല്ലൊരു വഴി തെളിഞ്ഞു കിട്ടി അതിൽ നിന്നൊക്കെ മുക്തരാകുവാൻ സാധിക്കും. അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ധനലാഭം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. ശരീരത്തിന് പുത്തനുണർവ്, ഉന്മേഷം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ അനാവശ്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ശത്രുതകൾ അല്ലെങ്കിൽ ശത്രുതാപരമായ പെരുമാറ്റങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. അത് സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ഈ ഒരു കുറച്ച് കാലത്തിനുള്ളിൽ അഷ്ടമശനി തുടങ്ങിയ സമയം മുതൽ ചില വ്യക്തികൾ അപ്രതീക്ഷിതമായ ചില കേസ്, കോടതി വ്യവഹാരങ്ങളിലൊക്കെ ഉൾപ്പെട്ടവരുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് അതിനൊക്കെ മാറ്റം വരുന്ന ഒരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. എല്ലാ തരത്തിലും ഒരു നല്ല മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും. പ്രത്യേകിച്ചും അഷ്ടമശനി കാലഘട്ടത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിൽ പല പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ദമ്പതികൾ തമ്മിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിലെ സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ജീവിത പങ്കാളി മുഖാന്തരം അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങൾ, നന്മകൾ ഈ കാലഘട്ടങ്ങളിൽ വന്നു ചേരും. വിവാഹത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ ധാരാളം പരിശ്രമങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. പലർക്കും പലതരത്തിലുള്ള തടസ്സങ്ങൾ, ചിലരെ സംബന്ധിച്ച് വിവാഹ നിശ്ചയമൊക്കെ കഴിഞ്ഞ ശേഷം വിവാഹം മുടങ്ങിപ്പോയ അവസ്ഥയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിട്ടുമാറി ഇനി മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള മംഗല്യ ഭാഗ്യം, വിവാഹ യോഗം ലഭിക്കും. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയം. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു അഷ്ടമശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് പലർക്കും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് പലർക്കും പല തരത്തിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഏതായാലും എല്ലാ തരത്തിലുമുള്ള പ്രശ്നങ്ങളും, പ്രയാസങ്ങളും, പ്രതിസന്ധികളും ജൂലൈ 27 മുതൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകർക്ക് വിട്ടുമാറി നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയം.
ഈ ഒരു സമയം സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന ദശാകാലങ്ങളും മുന്നോട്ടുള്ള ജീവിതവും ഭാവിയെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടകശനി ദോഷത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ്. ഈ കണ്ടകശനി ദോഷം ബാധിക്കാതെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം നിങ്ങൾക്കൊരു ശുഭഗ്രഹത്തിൻ്റെ, ബലവാനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു ശനിദോഷം വളരെ ശക്തമായി ബാധിച്ചിട്ടുണ്ട്. അത് ആരോഗ്യപരമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലുള്ള മാറ്റങ്ങളാണെങ്കിലും എല്ലാ തരത്തിലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കന്നിരാശിക്കാർക്ക്. കൂടുതലും അവരവർ ചെയ്യുന്ന ജോലിയിലൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആഗ്രഹിച്ച ഒരു മാറ്റമൊന്നും ജോലിയിൽ ലഭിക്കാത്ത ഒരവസ്ഥ, ഒരനുഭവം, സ്വന്തമായി തൊഴിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ ഒരു കണ്ടകശനി 7ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നൽകുന്നുണ്ട്. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട പല കാര്യങ്ങളും നമ്മുടെ കൈകളിലേക്ക് വരുന്നതിനുള്ള തടസ്സം, ബുദ്ധിമുട്ടുകൾ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് കുട്ടികളുടെ കാര്യത്തിലുണ്ടാകുന്ന ആശങ്കകൾ. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കുട്ടികളുടെ ഒരു ഭാവിക്ക് തടസ്സം സംഭവിക്കുന്ന പല കാര്യങ്ങളും അനുഭവത്തിൽ വരിക. ഒരു ഉയർ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ഒരു നല്ലൊരു ജോലിക്ക്, കുട്ടികളുടെ വിവാഹത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ വരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായി വന്നു ചേർന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങളൊക്കെ മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിലാക്കിയ കന്നിരാശിയിൽപ്പെട്ട മാതാപിതാക്കളുമുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് ശനി കന്നിരാശിക്കാരെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അത് അവരവരുടെ മാനസികപരമായിട്ടും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും ഈ ശനി ശക്തമായ ദോഷമാണ് നൽകുന്നത്. അതുപോലെ വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും വിവാഹ, ദാമ്പത്യ, കുടുംബജീവിതത്തിൽ പല പ്രശ്നങ്ങൾ, അപ്രതീക്ഷിതമായിട്ട് വേർപിരിഞ്ഞ് കഴിയേണ്ട ഒരു അനുഭവം, അങ്ങനെ പലതരത്തിൽ ദാമ്പത്യ കുടുംബജീവിതത്തിലും ശനി പ്രശ്നങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. കന്നിരാശിയിൽപ്പെട്ട നിങ്ങളെ സംബന്ധിച്ച് ജൂലൈ 27 മുതൽ ഈ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറും. ഈ ദാമ്പത്യ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് വിട്ടുമാറി ദാമ്പത്യ കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു മാറ്റങ്ങൾ ലഭിക്കും. അതുപോലെ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യുന്ന ജോലിയിലാണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. പൂർവിക വഴിയിൽ വന്നു ചേരേണ്ട ഭൂമിയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അതൊക്കെ വന്നു ചേരും. മുടങ്ങിക്കിടന്നിരുന്ന ഒരു ഭൂമിയുടെ കാര്യങ്ങളാണെങ്കിലും ഒരു ഗൃഹത്തിൻ്റെ, വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ ആണെങ്കിലും പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, വിദേശ ജോലി, വിദേശ പഠനം, ഉയർന്ന ജോലി അല്ലെങ്കിൽ നല്ലൊരു സ്ഥിരത ലഭിക്കുന്ന സമയവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ അവർക്ക് നല്ലൊരു മംഗല്യഭാഗ്യം, വിവാഹ യോഗത്തിനും അതുപോലെ സന്താന ഭാഗ്യത്തിനും ഒക്കെ ഉള്ളൊരു സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാനായിട്ട് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പൊതുവെ ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകൾ അല്ലെങ്കിൽ ശത്രുതാപരമായ കാര്യങ്ങളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും ജൂലൈ 27 മുതൽ എല്ലാത്തിനും മാറ്റമുണ്ടാകും. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല മാറ്റമുണ്ടായി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു സുഖം, സമാധാനം, സന്തോഷം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള നല്ലൊരു വിവാഹത്തിന് യോഗമുള്ള ഒരു സമയമാണ്. നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും സമയം വളരെ വളരെ അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. പൊതുവെ കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു ശനിയുടെ സ്വാധീനം നിങ്ങളെ ശക്തമായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. അതൊക്കെ പൂർണ്ണമായിട്ട് വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല സമയം ആരംഭിക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടായി എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അപ്രതീക്ഷിതമായ ധനഭാഗ്യം, അപ്രതീക്ഷിതമായ വിജയങ്ങൾ, സൗഭാഗ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ഇനി നിങ്ങളുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം അവരവരുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ശനി 4ാം ഭാവത്തിൽ അർദ്ധാഷ്ടമ ശനിയായിട്ട് നിൽക്കുന്ന സമയമാണ്. പലരും പറയും ഇത് കണ്ടകശനിയാണ് 4ൽ നിന്നുള്ളത്. അങ്ങനെയല്ല.
അഷ്ടമത്തിൻ്റെ പകുതി ദോഷം, അതാണ് അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്നത്, 4-ൽ സഞ്ചരിക്കുന്ന ശനി. പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് നാളുകളായി മനസ്സമാധാനം, സുഖം, സന്തോഷം എന്നൊന്നും അനുഭവത്തിലുണ്ടാകില്ല. മനസ്സിനെ അലട്ടുന്ന, ആശയക്കുഴപ്പത്തിലാക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു ചേർന്നു, നമ്മളതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് അത് വിട്ടുമാറുന്നു എന്ന് തോന്നുമ്പോൾ ജീവിതത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് മനസ്സിനെ അലട്ടുന്നതും ആശയക്കുഴപ്പത്തിലുമാക്കുന്ന മറ്റൊരു പ്രശ്നം വന്നു ചേരുന്നു എന്നുള്ളതാണ് സത്യം. ഈ രീതിയിൽ കൂടെയാണ് പലരും കടന്നു പോകുന്നത്. മനസ്സിനൊരു സമാധാനം, സുഖം, സ്വസ്ഥതയില്ല എന്ന് പറയാം. അതുപോലെ ശാരീരികമായും സാമ്പത്തികമായിട്ടുമൊക്കെ പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളും കൂടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ നിങ്ങൾക്ക് മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധത്തിലുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്കൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം. ജീവിത വിജയത്തിന് ഒരു അടിത്തറ ലഭിക്കുന്ന തരത്തിൽ, മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലൊരു അടിത്തറ ലഭിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, ശത്രുതാ മനോഭാവങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ സഹോദരങ്ങളുമായിട്ടും സ്വന്തം ബന്ധങ്ങളുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു അവസ്ഥ, അതിനുള്ള സാഹചര്യം, സഹോദരങ്ങളെ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ഗുണങ്ങൾ, നിങ്ങളാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും പലതരത്തിൽ നന്മകൾ ചെയ്യാനുള്ള ഒരു അവസരം ഈ ഒരു കാലഘട്ടങ്ങളിൽ വന്നു ചേരും. ഈ ഒരു സമയത്ത് ധനുരാശിക്കാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായി സാമ്പത്തിക മുന്നേറ്റം കൂടെ ലഭിക്കുന്ന ഒരു സമയമാണ്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ടുള്ള മാറ്റമുണ്ടായി ഒരു സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടും എന്നുള്ളതാണ്. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കും. അങ്ങനെയുള്ളൊരു നല്ല നല്ല മാറ്റങ്ങൾ ലഭിക്കും. ധനുരാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും നടക്കുന്ന സമയമാണ് ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെയുള്ള സമയം. കുടുംബത്തിൽ ഗൃഹപ്രവേശം പോലെയുള്ള മംഗളകാര്യം, അതുപോലെ വിവാഹം, അതുപോലെ സന്താനഭാഗ്യം, ഇങ്ങനെ പല നല്ല നല്ല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അനുഭവത്തിൽ വരും. ഒരുപാട് നാളുകളായി വിവാഹകാര്യങ്ങൾ ഉണ്ടായിരുന്ന കാലതാമസവും തടസ്സങ്ങളുമൊക്കെ വിട്ടുമാറി നല്ല അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, വിവാഹയോഗം ഈ ഒരു സമയത്ത് ലഭിക്കും. പുനർവിവാഹത്തിനും ധനുരാശിക്കാർക്ക് സമയം വളരെ വളരെ ഉത്തമമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളെ സംബന്ധിച്ച് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, മനോവിഷമങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല മാറ്റം വന്ന് മാതാവിന് പൂർണ്ണ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയം. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്നും ധനുരാശിക്കാർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഒരു ദൈവാനുഗ്രഹം ഒക്കെ വന്നു ചേരുകയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും നേട്ടങ്ങളും ജൂലൈ 27 മുതൽ ഉണ്ടാകും. ധനുരാശിയിൽപ്പെട്ട കുടുംബസ്ത്രീകളെ സംബന്ധിച്ചും നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നല്ല മാറ്റങ്ങൾ, മുന്നേറ്റങ്ങൾ ഒക്കെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയവും കൂടിയാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് 7ര ശനിയിലെ അവസാന കാലഘട്ടമായ പാദശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നോക്കുമ്പോൾ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ, അത് ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഒരുപാട് പോരാട്ടങ്ങളിലൂടെ കടന്നു വന്നവരാണ് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അത് പലതരത്തിലാണ് എന്നുള്ളതാണ്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. കുംഭം രാശിയിൽപ്പെട്ടവർ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച പ്രശ്നങ്ങളൊന്നും നമുക്ക് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. മാനസികവും ശാരീരികവും സാമ്പത്തികവും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലും അങ്ങനെ അനുഭവിക്കാനായിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും ബാക്കിയില്ല എന്ന് തന്നെ പറയാം. വളരെ നല്ല നിലയിൽ ജീവിച്ച പലരും 7ര ശനി തുടങ്ങി തീരാറാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ എത്തിപ്പെട്ട ഒരവസ്ഥ, കയ്യിലുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് കടം കയറി കടബാധിതയായ വ്യക്തികളുണ്ട്. ജോലി നഷ്ടപ്പെട്ടവർ, വിവാഹബന്ധം വേർപിരിഞ്ഞ് രണ്ടുപേരും രണ്ട് വഴിയിലായവർ,
അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, സ്വന്തം ബന്ധങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ, വളരെയധികം വിശ്വാസവഞ്ചനകൾ, അപമാനങ്ങൾ, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ 7.5 ശനി കുംഭം രാശിക്കാർക്ക് നൽകുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിൻ്റെ സമയം ആരംഭിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്ന ഒരു സമയമാണ്. വളരെ നല്ല മാറ്റങ്ങൾ കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. അത് ജോലിയുടെ കാര്യമാണെങ്കിലും, ആഗ്രഹിക്കുന്ന ജോലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, പുതിയ പല കാര്യങ്ങളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ ഒരു നല്ല മാറ്റം കുംഭം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. മുടങ്ങിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഇനി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വളരെ നല്ല രീതിയിൽ ആരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 27 മുതൽ പലർക്കും പലതരത്തിലുള്ള മാറ്റങ്ങൾ, ഒരു നല്ല ജോലി അന്വേഷിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന സമയം, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം, വിദ്യാർത്ഥികളാണെങ്കിൽ ഉപരിപഠനം അല്ലെങ്കിൽ വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുന്ന സമയം, ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, ഒരു ജോലി അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കുന്ന സമയം, അത് വിദേശ ജോലിയാണെങ്കിലും ഒക്കെ ലഭിക്കുന്ന സമയവും, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അത് ലഭിക്കുക, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ ആരംഭിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും പലതും ഈ ഒരു സമയത്ത് പൂർണ്ണമായി പരിഹരിക്കപ്പെടും. അപ്രതീക്ഷിതമായി പല നല്ല മാറ്റങ്ങളും നേട്ടങ്ങളും അനുഭവത്തിൽ വരുന്ന സമയമാണ്. പലർക്കും സ്വന്തമായി ഒരു ഭൂമി വാങ്ങാനുള്ള യോഗം, ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള യോഗം, പലർക്കും ഒരു ഗൃഹം നിർമ്മിച്ച് പൂർത്തീകരിച്ച് ഗൃഹപ്രവേശം നടത്തുവാൻ വരെ യോഗമുള്ള സമയമാണ്. അതുപോലെ നല്ല വിവാഹം, ആ മംഗല്യഭാഗ്യമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ അനുഭവത്തിൽ വരും. ശനി ഇപ്പോൾ നിങ്ങളുടെ പാദത്തിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പാദത്തെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയത്തിലേക്ക് നിങ്ങൾ എത്തുന്നു. ഈ സമയത്തുള്ള ശനിയുടെ ഒരു വക്രഗതി നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശനി എന്തെല്ലാമാണോ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്തത് അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് നൽകും. അത് ഏത് തരത്തിലാണെങ്കിലും അതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ മാറ്റമുണ്ടാകും. അത് ആരോഗ്യമാണെങ്കിലും, സാമ്പത്തികമാണെങ്കിലും, ചെയ്യുന്ന ജോലിയാണെങ്കിലും, ദാമ്പത്യമാണെങ്കിലും, എല്ലാ കാര്യത്തിലും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകളായിരിക്കും ഇനി മുതൽ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരിക. വിവാഹം കഴിഞ്ഞ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് ഒരുപാട് കാലങ്ങളായി അനുഭവിച്ചു വന്ന മാനസിക പ്രയാസങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നോ സ്വന്തം ബന്ധങ്ങളിൽ നിന്നോ ഒക്കെ നേരിട്ടിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സൊന്ന് തെളിയുന്ന സമയം. പലരെയും സംബന്ധിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ കണ്ണീര് മാറുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം. അത്രമേൽ ബുദ്ധിമുട്ടുകൾ കുംഭം രാശിയിൽപ്പെട്ട സ്ത്രീകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിൽ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളുടെ കണ്ണീര് വിട്ടുമാറുന്ന ഒരു സമയവും നല്ല കാലം ആരംഭിക്കുകയും ചെയ്യുന്നു. സന്തോഷമായി മുന്നോട്ട് പോവുക. ഇനി അവരവരുടെ സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് 7.5 ശനിയിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജന്മശനി കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. ഈ ജന്മശനി കാലഘട്ടത്തെ ദോഷം അനുഭവത്തിൽ വരാത്ത വ്യക്തികളുണ്ടെങ്കിൽ അതിന് അർത്ഥം നിങ്ങളുടെ ജനന ജാതകപ്രകാരം അത്രമേൽ ശുഭനായ ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ 7.5 ശനി ദോഷം, അതിലെയും ജന്മശനി ദോഷം വിട്ടുമാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ജന്മശനി എന്ന് പറഞ്ഞാൽ ശനി നമ്മുടെ ശിരസിൽ, തലയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ഭാരം തലയിൽ വെച്ചാൽ ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ പാദം ചലിപ്പിക്കാൻ സാധ്യമല്ല, അതായത് മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പം അത്രമേൽ പ്രശ്നങ്ങളാണ് ഓരോ മീനം രാശിയിൽപ്പെട്ട വ്യക്തികൾക്കും ഉള്ളത്. മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്നില്ല, ജീവിതം നിന്നുപോയി, ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന മീനം രാശിയിൽപ്പെട്ട ഒരുപാട് വ്യക്തികളുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ അതിനൊക്കെ മാറ്റമുണ്ടാകും.
നിങ്ങളുടെ ശിരസിൽ, നിങ്ങളുടെ തലയിലുള്ള ഭാരം ഒരാൾ എടുത്ത് മാറ്റിയാൽ എന്തുമാത്രം ആശ്വാസമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, അതുപോലെ തന്നെയാണ് മുന്നോട്ടുള്ള സ്ഥിതിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാകട്ടെ, അത് സാമ്പത്തികമാകട്ടെ, ആരോഗ്യപരമായ പ്രശ്നമാകട്ടെ, ചെയ്യുന്ന ജോലി, കർമ്മം സംബന്ധിച്ചോ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ, അങ്ങനെ എന്ത് പ്രശ്നങ്ങൾ തന്നെ ആയിക്കൊള്ളട്ടെ, ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളോ, ഇതിനൊക്കെ പൂർണ്ണമായിട്ട് ഒരു മാറ്റം ലഭിച്ച് നിങ്ങൾക്കൊരു സമാധാനം ലഭിക്കുന്ന, ഒരു സുഖം, സ്വസ്ഥത ലഭിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു സമയം ഈ ഒരു ശനിയുടേതായിട്ടുള്ള എല്ലാ ദോഷങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനുഭവിച്ചു വന്നിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും, മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. നിങ്ങൾക്ക് ജൂലൈ 27 മുതൽ ഒരു ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പരിശ്രമിച്ചോളൂ. കഴിവിനും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ജോലി ലഭിക്കും. ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിലൊക്കെ നല്ല മാറ്റം ലഭിക്കുന്ന സമയമാണ്. സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. അതുപോലെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും. ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടും കിട്ടുന്ന സമയമാണ്. അപ്രതീക്ഷിതമായൊരു സാമ്പത്തിക നേട്ടം, ഒരു ലാഭം ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറേ നാളുകളായി വരവിനേക്കാട്ടിൽ കൂടുതൽ ചിലവുകളാണ് പലർക്കും ഉള്ളത്. അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ഒരു മനസ്സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിലും അതിനൊക്കെ ഒരു മാറ്റമുണ്ടായി. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത പല നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുകയും ആ ദാമ്പത്യ കുടുംബജീവിതത്തിലൊരു സ്വസ്ഥത, ഒരു സമാധാനം ലഭിക്കുന്ന ഒരു സമയവുമാണ്. നിങ്ങൾക്ക് ഈ ജന്മശനി ദോഷം വിട്ടുമാറുന്നതോടുകൂടി നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മീനം രാശിയിൽപ്പെട്ട ഓരോ സ്ത്രീ പുരുഷന്മാരും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഇവിടെ എടുത്തു പറയുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആരോഗ്യപരമാകാം, അല്ലെങ്കിൽ പണം സംബന്ധിച്ച് സാമ്പത്തികമാകാം, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളാകാം, അത് സഹോദരങ്ങളുമായിട്ടാകാം, അതുപോലെ ദാമ്പത്യ കുടുംബജീവിതത്തിലാകാം. പെട്ടെന്നുണ്ടായ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം മാനസിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരാകാം. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക്, സ്വന്തം ബന്ധങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച് അതുമൂലം സാമ്പത്തിക പ്രയാസങ്ങളോ മറ്റു മാനസിക ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരാകാം. എന്തു തന്നെയാണെങ്കിലും അതിനൊക്കെ പൂർണ്ണമായിട്ടൊരു മാറ്റമുണ്ടായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം, സുഖം, സ്വസ്ഥത ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ ഈ ഒരു സമയത്ത് ഓരോ മീനം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ജൂലൈ 27 മുതൽ ഏത് പ്രശ്നങ്ങൾക്കാണെങ്കിലും ഒരു മാറ്റം, ഒരു പരിഹാരമുണ്ടാകും. നിങ്ങൾക്കും ഒരു സമാധാനവും സുഖവും സ്വസ്ഥതയും ലഭിക്കുന്ന സമയമാണ്. ഇതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. അതുപോലെ വിദേശ ജോലിക്കൊക്കെ ശ്രമിക്കുന്ന മീനം രാശിക്കാർക്ക് സമയം വളരെ അനുകൂലമാണ്. നല്ലൊരു മാറ്റമുണ്ടാകും. അതുപോലെ വിദ്യാഭ്യാസത്തിനും ഉപരിപഠനത്തിനും ആഗ്രഹിക്കുന്ന മീനം രാശിക്കാർക്ക് സമയം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ വിട്ടുമാറി നല്ലൊരു വിവാഹം, മംഗല്യഭാഗ്യം ലഭിക്കും. അതിനുവേണ്ടി പരിശ്രമിച്ചോളൂ. അങ്ങനെ എല്ലാ തരത്തിലും സമയം ഉത്തമമാണ്. ഇനി അവരവരുടെ ജീവിതത്തെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം ജാതകം കൂടെ പരിശോധിച്ച് ജാതകത്തിലെ സ്ഥിതിയും ദശാകാലങ്ങളുമൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ജൂലൈ 27 മുതൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി.